ഡൽഹി സ്ഫോടനത്തിൽ പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 13ആയി. PR അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകാൻ ഉള്ളത്. അരവിന്ദ്, മരണം 13 ആയിരിക്കുന്നു. ഇതുവരെ എത്ര പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടി ലഭ്യമാണോ? നഫുൽ, ഡൽഹി സ്ഫോടനത്തിൽ ഇതുവരെ 13 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് LNJP ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഡൽഹി സ്വദേശി ബിലാൽ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 8 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി നടപടിക്രമങ്ങൾ, കാരണം ഈ നിരവധി പേർ ചികിത്സയിലുണ്ട്, 20-ലധികം പേർ ചികിത്സയിലുണ്ട്. അതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. എന്തായാലും ഒരാളുടെ മരണം കൂടിയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് മതിയായ ചികിത്സാ സൗകര്യങ്ങൾ നൽകി വരുന്നു എന്നതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് LNJP ആശുപത്രിയിലെത്തി ഈ സാഹചര്യം വിലയിരുത്തിയിരുന്നു. അദ്ദേഹം ഈ പരിക്കേറ്റ ചികിത്സയിലുള്ളവരുമായി സംസാരിക്കുകയും അവർക്ക് കൃത്യമായ പിന്തുണയും അതുപോലെ തന്നെ എല്ലാം നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്തായാലും ബിലാൽ എന്ന ഡൽഹി സ്വദേശി കൂടിയാണ് ഇപ്പോൾ മരണത്തിന് കീഴടക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ എണ്ണം 13ആയി ഉയർന്നിട്ടുണ്ട്. നൗഫൽ. അരവിന്ദ്, അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു സ്ഫോടന ശബ്ദം കേട്ട് ആളുകൾ പരിഭ്രാന്തരായല്ലോ, അതെന്താണെന്ന് തിരിച്ചറിഞ്ഞോ? നൗഫൽ, അതൊരു വാഹനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ച ശബ്ദമാണ് ജനങ്ങൾക്കിടയിൽ ഒരു പരിഭ്രാന്തി പരത്തിയത്. അല്പസമയം മുമ്പാണ് ഡൽഹിയിലെ മഹിപാൽപൂരിൽ ഇത്തരമൊരു സ്ഫോടന ശബ്ദം കേട്ടുവെന്ന ഫയർഫോഴ്സിനൊരു കോൾ വരുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ പോലീസ് സംഘമടക്കം മഹിപാൽപൂരിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. അതേസമയം സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും ഒരു ബസിന്റെ ടയർ പൊട്ടിത്തെറിച്ചതാണ് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തിയതെന്നുമാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അരവിന്ദ്, അതോടൊപ്പം തന്നെ ഈ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പം മരിച്ച അല്ലെങ്കിൽ ഈ കാർ ഓടിച്ച I-20 കാർ ഓടിച്ചത് ഈ ഡോക്ടർ ഉമർ ആണ് എന്നുള്ളത് DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ. ഈ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എന്താണ് ഈ സ്ഫോടനത്തിന് കാരണമായ സബ്സ്റ്റൻസ് എന്നതിനെക്കുറിച്ചോ മറ്റ് സ്ഫോടനത്തിന് പിന്നിലുള്ള മറ്റ് ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും നിഗമനത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ചോദിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ നിറം പിടിപ്പിച്ച കഥകൾ വരുന്നുണ്ടല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് എന്താണ് ഇപ്പോൾ പറയാൻ സാധിക്കുക? നൗഫൽ, ഡൽഹിയിലുണ്ടായ സ്ഫോടനം ഭീകരാക്രമണമെന്ന് കേന്ദ്രം സ്ഥിരീകരിച്ചത് ഇന്നലെ മാത്രമാണ്. NIA ആണ് ഈ കേസ് അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ യാതൊരുവിധ സ്ഥിരീകരണങ്ങളും ഇതുവരെ അന്വേഷണ ഏജൻസികൾ നൽകിയിട്ടില്ല. അന്വേഷണ ഏജൻസികളുടെ ചില ഉന്നത വൃത്തങ്ങളെ അടക്കം കോട്ട് ചെയ്തുകൊണ്ടാണ് ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഉമർ മുഹമ്മദ്, അതായത് ഫരീദാബാദിലെ ഭീകര സംഘവുമായി ഈ സ്ഫോടനത്തിൽ മരിച്ച ഉമർ മുഹമ്മദിന് പങ്കുണ്ടെന്നതാണ്. കാരണം ഉമർ മുഹമ്മദാണ് ഡൽഹിയിൽ ഈ കാറുമായി എത്തുകയും പിന്നീട് ഈ സ്ഫോടന സമയത്ത് ഉമർ ആയിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. അതുപോലെ തന്നെ ഉമർ അടക്കമുള്ള ഈ ഫരീദാബാദ് സംഘം ഡൽഹിയിലടക്കം വിവിധ ഇടങ്ങളിൽ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു എന്നുകൂടി ഈ അന്വേഷണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനുവേണ്ടി നിരവധി വാഹനങ്ങൾ വാങ്ങാൻ ഈ സംഘം പദ്ധതിയിടുകയും സ്ഫോടക വസ്തുക്കളടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഫോറൻസിക് പരിശോധനാ ഫലമെല്ലാം പുരോഗമിക്കുന്ന ഒരു വേളയാണ് ഇപ്പോൾ. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം എന്ന് പറയുന്നത് കേന്ദ്രം ഇന്നലെ നൽകിയ ഭീകരാക്രമണമെന്ന വാർത്ത മാത്രമാണ്. മറ്റെല്ലാം അന്വേഷണ ഏജൻസികളെ കോട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ മാത്രമാണ്. പ്രധാനമായും ചാവേർ ആക്രമണത്തിന് സാധ്യത കുറവെന്നതാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന ഒരു വിവരമെന്ന് പറയുന്നത്. കാരണം ഒരു ചാവേർ ആക്രമണത്തിന്റെ ഒരു പാറ്റേൺ അല്ല ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ചാവേർ ആക്രമണമാണെങ്കിൽ ആ കാർ എവിടെയെങ്കിലും ഇടിച്ചു കയറ്റാനോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു സ്ഫോടനമായി മാറാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഒരുപക്ഷെ ഫരീദാബാദിൽ തന്റെ കൂട്ടാളി സംഘം അറസ്റ്റിലായപ്പോൾ അതിൽ പരിഭ്രാന്തരായ ഉമർ അവിടെ നിന്ന് സ്ഫോടക വസ്തുക്കൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനിടെ അബദ്ധവശ പൊട്ടിത്തെറിച്ചതെന്നൊരു നിഗമനത്തിൽ കൂടി അന്വേഷണ ഏജൻസികളുണ്ട്. പക്ഷേ ഔദ്യോഗികമായ ഒന്നും തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കില്ല. ഇതിലെല്ലാം വിശദമായ പരിശോധന നടക്കുമെന്ന് തന്നെയാണ് NIA അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. 10 അംഗ സംഘത്തെയാണ് ഈ അന്വേഷണത്തിന് വേണ്ടി NIA ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. വിജയ് സാഖറയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫരീദാബാദ് ഭീകര സംഘത്തിൽ നിന്ന് ഏകദേശം 3000 കിലോയോളം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ പക്കൽ നിരവധി വാഹനങ്ങൾ ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പൊട്ടിത്തെറിച്ച I-20 വാഹനത്തിന് പുറമെ കഴിഞ്ഞ ദിവസം ഒരു എക്കോസ്പോർട്ട് വാഹനം ഹരിയാനയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഒരു ബ്രിസ വാഹനം കൂടി ഈ ഭീകര സംഘത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഒന്നിനും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ സ്ഥിരീകരിച്ച ഒന്നുണ്ട്, അതായത് ഈ ബോംബ് സ്ഫോടനത്തിൽ കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ ആണെന്നുള്ളതാണ് സ്ഥിരീകരണം.